പണ്ട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുള്ള വിവരക്കേടുകളൊക്കെ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന കുറെ വിവരമില്ലാത്തവന്മാര് നമ്മുടെ നാട്ടിലുണ്ട്. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവളെ പ്രസവിച്ചിട്ട് പോയിരുന്നു 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ട്. എന്തൊരു അമ്മായി നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോൾ പ്രസവവേദന വന്നത് വിവരമില്ലാത്തോണ്ട് പറയാം. ആ ഒലയ്ക്ക് അങ്ങോട്ടൊന്ന് ചാരി വെച്ചിട്ട് അപ്പുറത്തെ മുറി പോയി കുഞ്ഞിനെ പെറ്റിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് അമ്മായി ഒരൊറ്റ ചോദ്യ എന്താണ് ആ ബാക്കി നെല്ലും കൂടെ ഞാൻ കുത്തണമെന്ന്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ പുറമേക്കുള്ള ഗൗരവം കണക്കിലെടുക്കണ്ട. ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി. എന്തൊരു രസമായിരുന്നു ആ കാലഘട്ടമൊക്കെ, എന്തൊരു സുഖമായിരുന്നു, സ്ത്രീകൾ എൻജോയ് ചെയ്യായിരുന്നു. നീ മണ്ടനാടാ. നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തികൾ ഒരു കാര്യം വിളിച്ചു പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു വിഭാഗം ആളുകളെ ബാധിക്കാറുണ്ട്. സംവിധായകനായിട്ടുള്ള അഖിൽ മാരാർ, എല്ലാവർക്കും അറിയാം. അദ്ദേഹം പ്രസവത്തെക്കുറിച്ച് നടത്തിയ പരാമർശമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പണ്ട് സ്ത്രീകൾ പറമ്പിൽ പണിയെടുത്തുകൊണ്ടിരിക്കെ പ്രസവിച്ചു എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് കേൾക്കാൻ നല്ല രസമുണ്ടാകും. പക്ഷെ ആ ഒരു വർത്തമാനത്തിൽ വലിയൊരു അപകടമുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ഇതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി. എന്തൊരു രസമായിരുന്നു ആ കാലഘട്ടമൊക്കെ, എന്തൊരു സുഖമായിരുന്നു, സ്ത്രീകൾ എൻജോയ് ചെയ്യായിരുന്നു. നീ മണ്ടനാടാ. ഈ വാക്കൊക്കെ ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് എനിക്ക് മനസ്സിലാവും. പണ്ട് വളരെ ഈസി ആയിട്ടാണ് പ്രസവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്, എൻജോയ് ചെയ്തുകൊണ്ടിരുന്നതാണ് എന്നൊരു വിവരമില്ലാത്ത പറഞ്ഞാൽ നമ്മൾ നോർമൽ ആയിട്ട് കാണും. അല്ല, അത് ഒരു അമ്മച്ചി നെല്ലിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രസവവേദന വന്നു. സ്ത്രീകൾ പോലും സ്ത്രീകളെ മനസ്സിലാക്കാത്ത, അവരുടെ ആരോഗ്യാവസ്ഥയെ പരിഗണിക്കാതിരുന്ന ഒരു കാലഘട്ടം. അത് ഗതികേടായിരുന്നു. ആ അവസ്ഥയെ മനസ്സിലാക്കാനുള്ള മിനിമം കോമൺ സെൻസ് കാണും. സുഖപ്രസവം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായാൽ പോലും ഈ അഖിൽമാരാറിന്റെ നിലവാരത്തിലുള്ള കുറെ ബുദ്ധിശൂന്യർ പ്രസവാനന്തരം ആ സ്ത്രീയുടെ ജീവിതം ഏറ്റവും ദുസ്സഹമായ ഒരു അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കുഞ്ഞിനെ നമുക്ക് വിട്ടുകളയാൻ പറ്റുമോ? പറ്റൂല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതറ്റം വരെയുമ്പോൾ അതിനുവേണ്ടി ഇവിടെ മെഡിക്കൽ സർവീസ് നമ്മൾ ഉപയോഗിക്കണം എന്ന് ആരോഗ്യ പ്രവർത്തകർ വളരെയധികം ശക്തമായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ എത്ര കാലങ്ങൾ കൊണ്ട് നമ്മൾ നേടിയെടുത്ത വിവരത്തിനെയാണ് വിവരദോഷികൾ വന്നിരുന്ന് പുല്ലുപോലെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കളയുന്നത്. സ്വവേദന അഖിൽമാരാർ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് പുള്ളിക്ക് ഇത് പുറമേ നോക്കുമ്പോൾ ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള പരിപാടിയായി തോന്നി എന്നുള്ളതുകൊണ്ട് ഇതിനെ അങ്ങനെ വിലയിരുത്താനുള്ള യാതൊരു അവകാശവും മുഴുവൻ പെൺകുട്ടികളുടെയും പ്രസവാവസ്ഥയും പിന്നെ ആരോഗ്യ പ്രവർത്തകർ ഇത് മറ്റേ ആശുപത്രിയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന വേറെന്തോ പ്രവർത്തനമാണ് എന്നുള്ള രീതിയിൽ വിലയിരുത്തി സംസാരിക്കാനുള്ള ഒന്നും വിവരമില്ല, വിവേകമില്ല. പിന്നെ ഇതിനെക്കുറിച്ച് അടിസ്ഥാന പണ്ട് സ്ത്രീകൾ കഠിനാധ്വാനം ചെയ്തിരുന്നു എന്നതും അവർ ശാരീരികമായിട്ട് കരുത്തായിരുന്നു എന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അന്ന് പ്രസവം എന്നത് ഒരു ഭാഗ്യ പരീക്ഷണം കൂടിയായിരുന്നു. അതായത് 1950കളിലോ 60കളിലോ ഒക്കെ നമ്മുടെ ആ ഒരു മുത്തശ്ശിമാരോട് ചോദിച്ചാൽ തന്നെ അവര് പറയും പല വീടുകളിൽ 10 പ്രസവിച്ചതിൽ 3ഓ 4ഓ കുഞ്ഞുങ്ങൾ മാത്രമാണ് ജീവനോടെ കിട്ടുകയുണ്ടായിരുന്നുള്ളൂ. അന്ന് മരണം എന്നത് ഒരു സർവ്വസാധാരണ സംഭവമായിരുന്നു. ഇവിടെ അഖിൽ മാരാർ പറയുന്നുണ്ടല്ലോ, ആ ഒരു സിംപ്ലിസിറ്റിക്ക് പിന്നിൽ വലിയൊരു കണ്ണീർ കഥ തന്നെയുണ്ട്. മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കും അന്ന് ആകാശത്തോളം ഉണ്ടായിരുന്നു. വൈദ്യശാസ്ത്രം ഇത്രത്തോളം വളരുന്നതിന് മുൻപായിരുന്നു കേട്ടോ ആ ഒരു സംഭവം. പ്രസവ സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ചെറിയ രക്തസ്രാവമോ അല്ലെങ്കിൽ അണുബാധയോ പോലും ഒരു സ്ത്രീയുടെ ജീവൻ എടുക്കാൻ പര്യാപ്തമായിരുന്നു. ഇനി മാരാർ വിമർശിക്കുന്ന ഈ ഒരു ആധുനിക ചികിത്സാ രീതിയിലേക്കൊന്ന് വരാം. എന്തുകൊണ്ടാണ് ഇന്ന് ഡോക്ടർമാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധാലുക്കളാകുന്നത്? പണ്ടത്തെ അപേക്ഷിച്ച് നമ്മുടെ ആഹാര രീതിയും വ്യായാമവും ഒക്കെ മാറിയല്ലേ. പ്രമേഹം, BP തുടങ്ങിയവയാണ് ഗർഭകാലത്ത് ഇന്ന് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തില്ലെങ്കിൽ അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവന് ഭീഷണി തന്നെയാണ്. പ്രസവിച്ച ഉടനെ കുഞ്ഞിന് ശ്വാസം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ മറ്റു വൈകല്യങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ അത് പരിഹരിക്കാൻ ഇന്ന് വെന്റിലേറ്ററുകളും അതുപോലെ NICU ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പഴയ രീതിയിൽ പ്രസവിച്ച് കുഞ്ഞ് മരിച്ചു പോയാൽ വിധി എന്ന് പറഞ്ഞ് സമാധാനിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലേ. അതൊക്കെ എന്തായാലും കഴിഞ്ഞു. ഇന്ന് ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്നുള്ള കാര്യം അറിയാം. ആ ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതിരിക്കാനാണ് ആധുനിക വൈദ്യശാസ്ത്രം ശ്രമിക്കുന്നത്. ലോകത്തിന് തന്നെ മാതൃകയാകേണ്ട ഒന്നാണ് കേരള മോഡൽ ആരോഗ്യ രംഗം എന്ന് പറയുന്നത്. വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന കുറഞ്ഞ ശിശുമരണ നിരക്ക് നമ്മൾ നേടിയത് ആശുപത്രി പ്രസവങ്ങളിലൂടെ തന്നെയാണ്. എന്നാൽ അടുത്ത കാലത്തായിട്ട് നാച്ചുറൽ ബർത്ത് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിൽ തെറ്റായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. സിസേറിയൻ ഒഴിവാക്കാൻ ആശുപത്രിയിൽ പോകാതിരിക്കുന്നത് ബുദ്ധിയാണോ? ആശുപത്രികൾ ബിസിനസ് നടത്തുന്നുണ്ടാകാം, പക്ഷെ അതിന് പരിഹാരം ചികിത്സ ഒഴിവാക്കലല്ല, മറിച്ച് ശരിയായിട്ടുള്ള ചികിത്സ തിരഞ്ഞെടുക്കലാണ്. അതുകൊണ്ട് തന്നെ അഖിൽ മാരാറെ പോലെയുള്ളവർ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം ഒന്ന് ഓർക്കുക. നിസ്സാരമെന്ന് തോന്നിക്കുന്ന ഇത്തരം വാക്കുകൾ കേട്ട് നമ്മുടെ സഹോദരിമാർ ആശുപത്രിയിൽ പോകാൻ മടിച്ചാൽ അത് വലിയ ദുരന്തത്തിലേക്ക് തന്നെയാണ് നയിക്കുക. പ്രസവം ഒരു മനോഹരമായിട്ടുള്ള അനുഭവമാണ്. അത് സുരക്ഷിതമായിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്.
എന്തായാലും അഖിൽ മാരാരുടെ ഈ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. അഖിൽ മാരാർ വേഴ്സസ് സൈബർ ലോകം എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രസ്താവനകൾ ഒരുപാട് വന്നത്. ഈ പ്രസ്താവനകൾക്ക് പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്കും യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ചർച്ചയാവുകയാണ്. പ്രത്യേകിച്ച് 3 തരത്തിലുള്ള ചർച്ചകളാണ് കേട്ടോ. ഒന്ന് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനെതിരെ വരുന്ന രൂക്ഷ വിമർശനം തന്നെയാണ്. ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും മാരാരുടെ വാദങ്ങളെ അശാസ്ത്രീയം എന്ന് വിളിച്ച് അത് തള്ളുകയാണ്. പ്രസവം എന്നത് സ്ത്രീകൾ ആസ്വദിച്ചിരുന്നു എന്നതായിരുന്നല്ലോ ഈ അഖിൽ മാരാർ പറഞ്ഞത്. ഈ വാദത്തെയാണ് പലരും പരിഹസിക്കുന്നത്. പ്രസവ വേദന ലോകത്തിലെ ഏറ്റവും കഠിനമായ വേദനകളിൽ ഒന്നാണ്. അത് ലളിതവൽക്കരിക്കുന്നത് സ്ത്രീ വിരുദ്ധമാണ് എന്ന് ഭൂരിഭാഗവും പറയുന്നുണ്ട്. ഒബ്വിയസ്ലി ഈ ഇദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നതിന് ശേഷം ഒരുപാട് ചാനലുകാര് പ്രമുഖ യൂട്യൂബർമാർ ഈ മാരാരുടെ വീഡിയോയിലെ പിഴവുകളൊക്കെ അക്കമിട്ട് നിരത്തി ഈ രംഗത്ത് വന്നിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള കണക്കുകൾ നിരത്തിയാണ് പലരും ഇതിനെ നേരിടുന്നത്. പിന്നെ ഒന്ന് പറയണ്ടല്ല, ട്രോളുകളും പരിഹാസങ്ങളും കൊണ്ട് നിറയുകയാണ്. ട്രോള് പേജുകളിൽ മാരാരുടെ നെല്ല് കുത്തൽ പരാമർശം വലിയ ആഘോഷമായിട്ടുണ്ട്. 2 കിലോ അരി ഇടിച്ചിട്ട് പ്രസവിക്കാൻ പോകുന്ന സ്ത്രീ എന്നുള്ള സങ്കല്പത്തെ സിനിമകളിലെ അതിശയോക്തി കലർന്ന രംഗങ്ങളുമായിട്ട് താരതമ്യം ചെയ്താണ് ട്രോളുകൾ മിക്കതും ഇറങ്ങുന്നത്. പ്രത്യേകിച്ച് മാരാർ ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥി കൂടിയാണല്ലേ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഈ നിലയിൽ ഇത്തരം ഗൗരവമില്ലാത്ത പ്രസ്താവനകൾ നടത്തുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കുമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. പിന്നെ പിന്തുണയ്ക്കുന്നവരും ഉണ്ട് കേട്ടോ. അതിൽ അഖിൽ മാരാരുടെ കടുത്ത ആരാധകരാണ്. അദ്ദേഹം പറഞ്ഞതിലെ അന്തസ്സത്ത കാണണം എന്നൊക്കെ വാദിക്കുന്നവരുമുണ്ട്. ആശുപത്രികൾ ഇന്ന് പ്രസവത്തെ ഒരു വലിയ ബിസിനസ് ആക്കി മാറ്റുന്നു എന്ന അദ്ദേഹത്തിന്റെ പോയിന്റ് ശരിയാണ്. സിസേറിനുകൾ അനാവശ്യമായി അടിച്ചേൽപ്പിക്കുന്നുണ്ടെന്നും ഇവർ വാദിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ അവതരണ രീതി പാളിപ്പോയി എന്നാണ് ഇവർ പോലും സമ്മതിക്കുന്നത്. പിന്നെ പഴയ കാലത്തെ കാര്യങ്ങളും വെച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പറയുമ്പോഴേ, അതായത് ഏറ്റവും അധികം ആളുകൾ ഷെയർ ചെയ്യുന്നതും ശിശുമരണ നിരക്കിന്റെ ഗ്രാഫുകളാണ്. പണ്ട് കാലത്ത് വീട്ടുപ്രസവങ്ങൾക്കിടയിൽ മരിച്ചുപോയ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ കഥകൾ പലരും കമന്റ് ബോക്സുകളിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇത് മാരാരുടെ വാദങ്ങൾക്കുള്ള ശക്തമായിട്ടുള്ള മറുപടിയായിട്ട് തന്നെയാണ് മാറുന്നത്. അപ്പൊ കൂട്ടുകാരെ, ഈ ഒരു പഴയ കാലത്തെ കഷ്ടപ്പാടുകളെ ഹീറോയിസമായിട്ട് ചിത്രീകരിക്കുന്നത് നമുക്ക് നിർത്താം. അന്ന് സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് സ്ത്രീകൾ അനുഭവിച്ച വേദനയെ ആസ്വാദനം എന്ന് വിളിക്കുന്നത് അവരോട് ചെയ്യുന്ന അനീതി തന്നെയാണ്. നമുക്ക് വേണ്ടത് എന്താണ്? ഭയമില്ലാതെ പ്രസവങ്ങളാണ്. അത് ശാസ്ത്രീയവും സുരക്ഷിതവുമാകണം. ആശുപത്രികളിലെ ചൂഷണങ്ങൾക്കെതിരെ നമുക്കും സംസാരിക്കാം, പക്ഷെ അത് ശാസ്ത്രത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടാകരുത്. കാരണം നമുക്കറിയാം, കണക്കുകൾ ഒരിക്കലും കള്ളം പറയില്ലല്ലോ. 1980കളിൽ നിന്നും നമ്മൾ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നതും മാന്ത്രിക വിദ്യ കൊണ്ടൊന്നല്ല, മറിച്ച് ആരോഗ്യ രംഗത്തെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ്. അഖിൽ മാരാരെ പോലെയുള്ള സെലിബ്രിറ്റികൾ ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ അതിന് പിന്നിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം. സുരക്ഷിതമായിട്ടുള്ള ചികിത്സ എന്ന് പറയുന്നത് ഓരോ അമ്മയുടെയും കുഞ്ഞിന്റെയും അവകാശം തന്നെയാണ്. അതിനെ തകർക്കുന്ന പ്രചരണങ്ങളെ നമുക്ക് കരുതിയിരിക്കാം. കേടുകൾ ആധികാരികമായിട്ട് വിളിച്ചു പറയുന്നവർ പലപ്പോഴും കാണാതെ പോകുന്നത് നമ്മുടെ മുൻ തലമുറ അനുഭവിച്ച ആ ഒരു വേദനകൾ തന്നെയാണ്. അറിവില്ലായ്മയല്ല, കൃത്യമായിട്ടുള്ള അറിവാണ് നമ്മുടെ കരുത്ത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്തൊരു വിശകലനമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.